ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. ഇന്ന് വെജിറ്റേറിയൻസിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വെജി സാലഡാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻസിനും ഇത് ഓൾട്ടർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഞാനിവിടെ ബ്രോക്കോളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ടൊമാറ്റോസാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെജീസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ക്യാരറ്റാണ് എടുക്കുന്നത്. ക്യാരറ്റും പിന്നെ കോണും ബ്രോക്കോളിയും കൂടിയാണ് നമ്മളൊന്ന് പതുക്കെ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള മാക്സിമം വെജിറ്റബിൾസ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ലെറ്റ്യൂസ് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കുക്കിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ബ്രോക്കോളിയും നമ്മുടെ ക്യാരറ്റും പിന്നെ സ്വീറ്റ് കോൺസാണ് ആഡ് ചെയ്യുന്നത്. അതൊന്ന് പതുക്കി ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് ലേശം കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ആവിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്ക് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ സാലഡിൻ്റെ കൂടെ ഒരു ഡ്രസ്സിങ് വേണം. അപ്പോൾ അതിനൊരു സിമ്പിൾ ഡ്രസ്സിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ പുളിയില്ലാത്ത നല്ല കട്ടി തൈരാണ്, ഗ്രീക്ക് യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഒഴികാനും പിന്നെ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ പുതിന ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, കാഷ്നട്ട് ആഡ് ചെയ്യാം, പനീർ ആഡ് ചെയ്യാം, ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വെജീസൊക്കെ ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. മതി, ഇത്രയും മതി. ആ ഒരു ക്രഞ്ചിനെസ് വേണം കടിക്കുമ്പം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കുക്കായി പോകരുത്. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ സ്വീറ്റ് കോൺ ഇടുന്നത്, അല്ലെങ്കിൽ ഒരുപാട് വാടി അങ്ങോട്ട് പോകും. അപ്പം റെഡിയായി, നമ്മുടെ വെജീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ലേശം ഉപ്പും ഒന്ന് തൂവി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഡ്രസ്സിങ്ങും ഈ വെജീസൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെറിയ ടൊമാറ്റോസും അതുപോലെ ലെറ്റ്യൂസും നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കുക്ക് ചെയ്യുന്നില്ല, അത് നമ്മൾ റോ ആയിട്ട് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്കായി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ദാറ്റ് ക്രീമി ഡ്രസ്സിങ് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചൊരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ യോഗേർട്ടിൻ്റെ അളവ് അതനുസരിച്ച് ആഡ് ചെയ്താൽ മതി. വേണമെങ്കിൽ കാഷ്നട്ടും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് മുകളിൽ തൂവേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ ഡ്രസ്സിങ്ങിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, കഴിക്കുക. ഇനി നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.